ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ ആഴ്ചയിലെ 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ല. ഈ ആഴ്ച മുതൽ തുടർന്ന് എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഖിൽ. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ആദ്യ ആപ്ലിക്കേഷൻ സ്ക്രീൻഷോട്ട് ക്രോപ്പ് ആൻഡ് ഷെയർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇത് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ സാധാരണ നമ്മളുടെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നതിനോ മാർക്ക് ചെയ്യുന്നതിനോ നമ്മൾ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും എഴുതാനുമുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ടാകും. നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തന്നെ സ്ക്രീനിന്റെ വലതുഭാഗത്തായിട്ട് ഇത്തരത്തിൽ 5 ബബിളുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യ ഓപ്ഷൻ എഴുതുവാനുള്ള ഓപ്ഷനാണ്. ആ പെന്നിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതുവാൻ സാധിക്കും. ശേഷം താഴെ നിങ്ങൾക്ക് പെന്നിന്റെ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഓപ്ഷൻസുകളും ഉപയോഗിക്കാൻ സാധിക്കും. ക്രോപ്പ്, നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആവശ്യമായ എഡിറ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് സേവ്ഡ് എന്ന ഓപ്ഷനും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് നോട്ടി ബോക്സ്. നോട്ടിഫിക്കേഷൻ ബോക്സ് നമുക്കിത് പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്കറിയാം, നമ്മളുടെ ഫോണിൽ നമ്മൾ ചില സമയത്ത് അറിയാതെ ഇവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻസ് ഇത്തരത്തിൽ ക്ലിയർ ചെയ്യാറുണ്ട്. കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അയ്യോ ഞാൻ ആ നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് പോയി, എന്തായിരുന്നു ആ നോട്ടിഫിക്കേഷൻ എന്നെല്ലാം നമ്മൾ പല സമയത്തും ചിന്തിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവ സേവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ നോട്ടി ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ഇവിടെ ഒന്നും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന നോട്ടി ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നേരത്തെ ക്ലിയർ ചെയ്തു പോയ പല നോട്ടിഫിക്കേഷൻസും ഇത്തരത്തിൽ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് റീഡ് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ആപ്ലിക്കേഷനിൽ നിന്നും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻഗണന കൊടുക്കണമെങ്കിൽ അത്തരത്തിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് പിന്നീട് ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷൻസ് സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് എഡിറ്റ് വെബ് പേജ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇത് വെബ് പേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പല കൂട്ടുകാരും കരുതുന്ന പോലെ വെബ്സൈറ്റിന്റെ എല്ലാ കണ്ടന്റുകളും മാറ്റാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. പക്ഷേ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ആക്സെപ്റ്റ് എന്ന് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റ് ഏതാണോ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 ആൻഡ്രോയിഡ് ആപ്സ് ഓഫ് ദി വീക്ക്. ഇവിടെ എനിക്ക് ആൻഡ്രോയിഡ് എന്ന് മാറ്റിയിട്ട് വേറെ വല്ലതാക്കണമെങ്കിൽ ഐഫോൺ എന്നാക്കണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഫോട്ടോഷോപ്പിലെല്ലാം കയറ്റി ഇറക്കി ഐഫോൺ എന്നാക്കി മാറ്റുന്നതാണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇവിടെ കാണുന്ന പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആൻഡ്രോയിഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ടച്ച് ചെയ്യുക. ശേഷം ഇതുപോലെ പിന്നിലേക്ക് മാറ്റിയ ശേഷം അവിടെ ഐഫോൺ എന്നോ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് അത്തരത്തിൽ ഇതുപോലെ എഴുതാൻ സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ കൂട്ടുകാർക്കോ ആർക്കോ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിൽ കടക്കാം. അടുത്ത ആപ്ലിക്കേഷൻ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ്. ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ ഫ്രീ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരുവിധം എല്ലാ തരത്തിലുള്ള കണക്കുകളും ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. പെർസെൻറ്റേജ്, ആവറേജ് അല്ലെങ്കിൽ മീൻ, പ്രപ്പോർഷൻ, ഇക്വേഷൻ സോൾവർ, കോമ്പിനേഷൻസ്, ഡെസിമൽ ടു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ സിംപ്ലിഫയർ, GSF, LCM, റാൻഡം നമ്പർ ജനറേറ്റർ തുടങ്ങി ഇത്തരത്തിലുള്ള ആൾജിബ്ര കണക്കുകളും കൂടാതെ പലതരത്തിലുള്ള ജിയോമെട്രി കണക്കുകളും യൂണിറ്റ് കൺവേർഷനുകളും ഫൈനാൻസ് കാൽക്കുലേഷനുകളും എഞ്ചിനീയറിംഗ് കാൽക്കുലേഷനുകളും അതുപോലെ തന്നെ ഹെൽത്ത്, പിന്നെ മറ്റുള്ളവ എന്നതിൽ എലാപ്സ് ടൈം തുടങ്ങി പലതരത്തിലുള്ള കാൽക്കുലേഷനുകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ്. കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആപ്ലിക്കേഷന്റെ പേര് ഫേസ് ആപ്പ് എന്നാണ്. ഇതൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ ആയിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുത്ത ശേഷം ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു പിക്ചർ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ദുൽഖറിൻ്റെ ഒരു പിക്ചറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖറിൻ്റെ നമ്മളെടുത്ത ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ സ്മൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുൽഖർ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും
അത്തരത്തിലേക്ക് ഈ ഒരു ഫോട്ടോ മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് ഹോട്ട്, ചൂടായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, റഫ് ലുക്ക്. അടുത്തതായിട്ട് ഓൾഡ്, ദുൽഖറിന് വയസ്സായാലും എങ്ങനെയുണ്ടാവും. അടുത്തതായിട്ട് യങ് എന്ന ഓപ്ഷൻ. അതിനുശേഷം മെയിൽ എന്ന ഓപ്ഷനാണ്. മെയിൽ എന്ന ഓപ്ഷനും ഫീമെയിൽ എന്ന ഓപ്ഷനും സിംഗിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് കോളേജ് എന്ന ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ മേക്ക് കോളേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒറിജിനൽ ഫോട്ടോയുടെ കാണാൻ സാധിക്കും. രണ്ടാമത്തതിൽ നമ്മൾ ഫീമെയിൽ കൊടുക്കുന്നു. നമുക്ക് ദുൽഖർ പെണ്ണായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തതിൽ സ്മൈൽ എന്ന ഓപ്ഷനാണ്. നാലാമത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഓൾഡ് എന്ന ഓപ്ഷനാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഇതിന്റെ സെറ്റിംഗ്സ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് വാട്ടർമാർക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം അത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫോട്ടോകളിലും ഈ ഒരു ആപ്ലിക്കേഷന്റെ ലോഗോ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഏതായാലും അത്തരത്തിലുള്ള ലോഗോ ആവശ്യമില്ല. കൂട്ടുകാർക്ക് ഈ ആഴ്ചയിലെ 5 ആപ്ലിക്കേഷനുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനുകൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഡൗൺലോഡ് ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള നല്ല ആപ്ലിക്കേഷനുകൾ, നല്ല അറിവുകൾ, ടെക്നോളജി സംബന്ധമായ, ഫോൺ സംബന്ധമായ, കമ്പ്യൂട്ടർ സംബന്ധമായ അറിവുകൾ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.